അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. വശങ്ങൾ 5, 6, 8 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഡ്രോ ആൻഡ് ഐസോസിലസ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. സെയിം ഏരിയ ഉള്ള ഐസോസിലസ് ട്രയാങ്കിളാണ് വരേണ്ടത്. ഇതേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണമാണ്. എന്താണ് സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമപാർശ്വ ത്രികോണങ്ങൾക്ക് 2 സൈഡുകൾ തുല്യമായിരിക്കും. അപ്പോൾ 2 സൈഡ് തുല്യമായ ത്രികോണമാണ് രണ്ടാമത് നമ്മൾ വരേണ്ടത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഫസ്റ്റ് നമ്മൾ വരയുന്ന ഈ ഒരു ട്രയാങ്കിളിൻ്റെ പരപ്പളവിന് സെയിം ആയിരിക്കുകയും വേണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രയാങ്കിൾ വരയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ വരയുമ്പോൾ ഫസ്റ്റ് 5, 6, 8 ഇതിൽ 8 സെൻറ്റിമീറ്ററിന് ഞാൻ ബേസ് ആക്കിയിട്ട് എടുക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരേ ഏരിയയുള്ള ട്രയാങ്കിൾസ് വരയണമെങ്കിൽ മൂന്നാമത്തെ വേർട്ടെക്സ് പാദത്തിന് ബേസിന് പാരലലായിട്ടുള്ള ലൈനിലായിരിക്കണം രണ്ടിൻ്റെയും മൂന്നാമത്തെ വെർട്ടെക്സ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത കൂടെ, ഐസോസിലസ് ട്രയാങ്കിളും ആവണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വരഞ്ഞു 0 to 8 സെൻറ്റിമീറ്ററിൽ AB വരഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് 6 സെൻറ്റിമീറ്റർ. നോക്കൂ, 6 സെൻറ്റിമീറ്ററിൽ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുന്നു. ഓക്കെ, 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഒരു ആർക്ക് വരഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 5 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ കോമ്പസിൽ എഗെയിൻ 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുന്നു. ഞാൻ സ്കെയിലിൻ്റെ പിറകു വശമാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ കോമ്പസ് ആ പോയിൻ്റ് കറക്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു, 5 സെൻറ്റിമീറ്ററിൻ്റെ ആർക്കും വരഞ്ഞു. ഇനി അവരെ തമ്മിൽ യോജിപ്പിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് 0 to 6 സെൻറ്റിമീറ്റർ, ദെൻ സെക്കൻഡ് 5 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ്. ഇപ്പോൾ തന്നെ ഇവിടെ എഴുതി കൊടുക്കുക, ദിസ് ഈസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് ഈസ് 6 സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് വേർട്ടെക്സ്, തേർഡ് വേർട്ടെക്സ് ഇസ് C. ഇനി നമുക്ക് ഇതേ ഏരിയയുള്ള ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ലൈന് വരയണം. സോ സെറ്റ് സ്ക്വയർ എടുക്കുന്നു, ഈ AB എന്നുള്ള ലൈനിൽ കറക്റ്റാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. ദെൻ സ്കെയില് ഇവിടെ വെച്ചിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിനെ, മട്ടത്തിന് ഇതാ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഒരിക്കലും സ്കെയിൽ മൂവ് ചെയ്യരുത്, ഒന്ന് ഇളകുക പോലും ചെയ്യാണ്ടതാ നമ്മുടെ സെറ്റ് സ്ക്വയറിനെ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, എഗെയിൻ ഒന്നുകൂടെ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് AB എന്ന ലൈനിൽ സെറ്റ് സ്ക്വയറിനെ പ്ലേസ് ചെയ്യുക, വൃത്തിക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്കെയിലിനെ ഈ സൈഡിൽ കൊണ്ടുവന്ന് വെക്കുക. സ്കെയിൽ ഈ സൈഡിൽ കറക്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ ഒരു C എന്നുള്ള വേർട്ടെക്സിലെത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് സ്കെയിൽ മാറ്റുക. സെറ്റ് സ്ക്വയർ മൂവ് ആവാണ്ട് അതിലൂടെ ഒരു ലൈന് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ABക്ക് പാരലലായിട്ടാണ്, സമാന്തരമായിട്ടാണ് ഈ ലൈന് കിടക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളോട് പറഞ്ഞത്, ഇതേ പരപ്പളവുള്ള ഒരു ത്രികോണം വരേണ്ടത് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് Aയിലോട്ടും Bയിലോട്ടും ലൈൻസ് വരച്ചാൽ മതി, വശങ്ങൾ വരഞ്ഞാൽ മതി. പക്ഷേ നമുക്ക് വേണ്ടത് ഐസോസിലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണമാണ്. അതായത് Bയിൽ നിന്നും Aയിൽ നിന്നും നമ്മൾ വരുന്ന ലൈന് ഈക്വൽ ആയിരിക്കണം, തുല്യമായി. അത് മറ്റ് 2 സൈഡും തുല്യമായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത്, ഈ AB എന്ന ലൈനിന് നമ്മൾ എന്ത് വരക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. എങ്ങനെയാണ് വരക്കുക? ABക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ B എന്ന പോയിന്റിൽ നിന്നും ഈ ABയുടെ ഹാഫ് എന്ന് തോന്നുന്നത് നമുക്ക് ഇത്രയും ഭാഗമാണ്, അതിൽ കൂടുതലായിട്ട് നമ്മുടെ കോമ്പസിൽ മാർക്ക് ചെയ്യുക. മുകളിലും താഴെയും ഒരാർക്ക് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അതേ മെഷർ തന്നെ Aയിൽ നിന്നും മുകളിലും താഴെയും ഒരാർക്ക് കൊടുക്കുക. ആർക്കുകൾ കൂട്ടിമുട്ടിയ ലൈൻസിനെ നമ്മൾ യോജിപ്പിക്കുന്നു. ഇത്
ഈ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. ആ ബൈസെക്ടർ ഈ പാരലൽ ലൈനിൽ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് അങ്ങനെ മുകളിലോട്ട് നീട്ടി വരക്കാം കേട്ടോ, അതിന് പ്രശ്നമില്ല. എൻ്റെത് കറക്റ്റ് ടച്ച് ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അത് ടച്ച് ചെയ്യാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീട്ടി വരക്കുക. എന്നിട്ട് ആ ലൈന് ഈ പാരലൽ ലൈനിന് എവിടെയാണോ ടച്ച് ചെയ്തിട്ടുള്ളത് ആ ലൈനിൽ ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് അടുത്ത ത്രികോണത്തിൻ്റെ സൈഡ്സ് വരേണ്ടത്. എങ്ങോട്ട് വരയണം? എയിലോട്ട് ഒരു ലൈന് വരയണം, അതുപോലെ ബിയിലോട്ടും ഒരു ലൈന് വരയണം. നമുക്ക് ജസ്റ്റ് ആ സൈഡ്സിനൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടിയത് 5½ ആണ്. ആൻഡ് ഹിയർ നോക്കൂ, ഇവിടെയും നമുക്ക് കിട്ടിയത് 5½ ആണ്. 5.5 സെൻറ്റിമീറ്റർ ആണ് ഇത് കിട്ടിയത്. ഇതും 5.5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ എ ബി ഡി, ഇവിടെ നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഡി എന്നുള്ള ട്രയാങ്കിളിൻ്റെ എ ഡി എന്നുള്ള സൈഡും ബി ഡി എന്നുള്ള സൈഡും 5.5 സെൻറ്റിമീറ്റർ ആണ്. അതായത് രണ്ടും ഈക്വലാണ്. അപ്പോൾ ഇത് ഐസോസെലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ.